നിൽക്കണ്ടേ ലക്ഷ്മി? അടിക്കാൻ പോയി അത് എന്നെ വലിച്ചോണ്ട് ഓടും. അമ്മച്ചി, പീതാംബര ചേട്ടനാണെന്ന് അമ്മച്ചി. പീതാംബരൻ ചേട്ടൻ ഉണരുകയും ചെയ്തു, കാലത്തെ പോവുകയും ചെയ്തു. പോയോ? ചേമ്പല എത്തിയച്ച് വരുമ്പോ ഇവിടെ കയറിയച്ചാ പോവാവേ ഇന്നലെ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അവനെന്തിനാ ചേമ്പല? ചേമ്പലക്കല്ല അമ്മച്ചി, വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പീതാംബരൻ അങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ എന്റെ മടന്തേ? നേരെ അങ്ങോട്ട് വെളുത്താ പിന്നെ പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്ന. കാലത്തെ ഇല്ലിക്കലെ ഗോപാലൻ നേരം ഒന്ന് കണ്ണ് കാണിക്കുന്നതും കണ്ടു അവൻ ഇറങ്ങി പോകുന്നത്. ഞാൻ വരുമ്പോഴേ എന്നോട് എന്തെങ്കിലും പറയണോന്ന് പീതാംബരൻ ചേട്ടൻ പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോടി മടന്തിയോട് പറയാൻ? എന്നോടൊന്നും പറഞ്ഞില്ല. സന്ധ്യയോട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഷർട്ടും മുണ്ടും കഴുകിടാൻ പറഞ്ഞു. എന്നോടോ? നിന്നോടല്ല, ഷർട്ടും മുണ്ടും ഞങ്ങൾ തിരുമ്മിയിട്ടോളാം, മറന്നു പോ. ഓരോ അശ്രീകരങ്ങൾ രാവിലെ കയറി വരും. വരുന്നവരോടൊക്കെ സമാധാനം പറയാൻ ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ. കട തുറന്നു വെച്ചിട്ട് നേരം കുറെ ആയല്ലോ. നീ ഇതവിടെ പോയി കിടന്നു. പുറമ്പോക്കിൽ എങ്ങും ഇലയില്ല. ഇതന്നെ കൊറേ നടന്നിട്ടാ കിട്ടിയത്. ഇല എവിടെ ഉണ്ടെന്ന് നേരത്തെ നോക്കി വെക്കണ്ടേ? നാളെ ഇങ്ങനെ ആവണ്ട. നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. പീതാംബരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? മില്ലിൽ വർഗീസിന്റെ കൂടെ ചായക്കടയിൽ ഇറങ്ങി പോകുന്നുണ്ട്. എന്തിനാ? ഒരു പ്രശ്നമുണ്ട്. പ്രശ്നത്തിന് പുറകെ പൊക്കളായിരുന്നു. ഇവിടെ സൂപ്പ് കൊണ്ടാ കൊടുക്കണം. തനിക്ക് ആ പെണ്ണിനെ മനസ്സിലായോ? ഇല്ല. പട്ടാളക്കാരൻ പപ്പന്റെ രണ്ടാം കെട്ടിലുള്ള മോളാ. അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചെറുക്കം ബോംബെ എന്നുള്ളതാ. കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. താമസിയാതെ കേക്കാം. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ. നാക്കെടുത്ത് വളച്ചാ എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. ഇപ്പോഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത്. കരൾ വീക്കമല്ലേ തനിക്ക്? കാലപ്പഴക്കത്തേക്കില്ല. ഒരു മിനിറ്റ് വിൽസാ. അയ്യോ വിൽസ് ഇല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് എന്റെ വിൽസ് കാണുന്നത്? നമ്മുടെ മമ്മയുടെ കുറിച്ചിട്ടി ഒന്ന് വീണോട്ടെ. അങ്ങനെയാണെ ഒരു കാലത്ത് ഇവിടുന്ന് വിൽസ് കിട്ടാൻ പോകുന്നില്ലെന്നർത്ഥം. വേറെ ഏതൊക്കെ സീറ്റുണ്ട്? ഇപ്പൊ ഒന്നുമില്ല. പയ്യൻ ടൗണിന്ന് പറയണം. നല്ല തെറുപ്പ് പേടിയുണ്ട്. സീർട്ടിന്റെ കൂട്ടിലിട്ട് തരാം. അത് തന്നെ താനെ വലിച്ചാ മതി. പീതാംബരൻ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല. അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന കണ്ടു. എങ്ങോട്ടാ പോയത്? അത് ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ലല്ലോ സുഗുണ. പാമ്പ് കടിച്ചു മരിച്ച കർണന്റെ മോളുടെ കല്യാണ പിരിവുമായി രാവിലെ വീട്ടിൽ വന്നിരുന്നു. എനിക്കും കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? സദ്ദാം ഹുസൈനും ജോർജ് ബുഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ. സദ്ദാം പിടിച്ചു, ബുഷ് ബോംബിട്ടു. എടോ, കുടിവെള്ളത്തിന്റെ 5-6 കുപ്പിയും ബാഗിലിട്ടോണ്ട് രാഖി രാമാനം സൗദി കൂടെയും ജോർദാനി കൂടെയും ഇറാഖി ഭടന്മാരുടെ കണ്ണും വെട്ടിച്ച നെട്ടോട്ട ഓടി അങ്ങോട്ട് പോന്നത്. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. പണമില്ലാതെ ഇവിടെ വന്നവന് പിണമായിട്ടേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ അരിയില്ല, തുണിയില്ല, ജോലിയില്ല, മായം ചേർക്കാത്ത മദ്യമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? കുവൈറ്റിലെ കമ്പനിക്കാര് എന്നെ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ജോക്കി, ഒന്നേ ഒരു കാര്യം പറട്ടെ. കാലത്തെ തുടങ്ങിയോ? കാലത്ത് കുടിക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. കളിയാക്കരുതേ. കുവൈറ്റിൽ നിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അന്തരംഗം നീറി പടരുക. ആ തീ അണയ്ക്കാനുള്ള സ്വല്പ തെളിനീര അകത്തടിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? വന്ന കാര്യം പറ. പീതാംബരനെ കണ്ടോ? പീതാംബരം ഒരു മായായിട്ട് എങ്ങോ മറഞ്ഞു. തന്റെ കൂടെ പോകുന്നതാണല്ലോ അറിവ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പീതാംബരനൊന്ന് അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം. ആദ്യം ഒരു 100 മില്ലി ഓർഡർ ചെയ്യും. അതൊരു പ്രശ്നമാക്കണ്ട. പീതാംബരനെ കാണിച്ചു തന്നിട്ട് ജോക്കിക്ക് 100-200 മേടിച്ചു തരാം. അത് ശരിയാ. ജോലി ചെയ്തിട്ടേ കൂലി വാങ്ങിക്കാവുന്ന കുവൈറ്റിലെ നിയമം. വാ തങ്കപ്പ, അടിച്ചോണ്ടിരുന്നോ, ഞാൻ ഇപ്പൊ വരാം. നല്ല ആളാ. മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയാണെന്ന് അറിയില്ലേ? ഇതുവരെ ആകപ്പാടെ 21 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സൗജന്യ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ DMO ഞങ്ങളായിട്ട് ചാടിക്കും. പീതാംബരൻ സജീവമായി രംഗത്തിറങ്ങിയാൽ ക്യാമ്പ് വിജയിക്കും. ഒരു 2 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല. ഇത് ശ്രമദാനാണെന്ന് അറിയാലോ. ഞാൻ ഇവിടുന്ന് വിട്ടുന്ന ആളുകൾ അപ്പ വലിയും. അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. ഞാൻ വരാന്ന്. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് തന്നെ പൊക്കാനാ ഞങ്ങൾ വന്നത്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്. ഞങ്ങളുടെ കൂടെ കൂടെ കുറച്ച് പണിക്ക്. എന്താ? അതെ, ഒത്തു പിടിച്ചാ മലയും പോരും. പിടിച്ചോ, നമുക്ക് ഇതും തീർക്കാം അതും തീർക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ റോഡാണ്.
പിന്നെ എന്റെ കാര്യം മറക്കരുത് കേട്ടോ. എന്താ അത്? സേവ അല്ല സേവനം അതിന്റെ. ഓ അങ്ങനെ. വേഗം നോക്ക് വേഗം നോക്ക്. വേഗം നോക്ക്. പീതാംബരൻ ചേട്ടനെ എവിടൊക്കെ തിരക്കെന്ന് അറിയാമോ? മടന്തയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇതാ പീതാംബരൻ ചേട്ടന്റെ ഒരു കുഴപ്പം, ഈ മറവി. മടന്ത പറഞ്ഞ സ്ഥലം റേഷൻ കടക്കാരൻ അവറാച്ചന്റെ ആണല്ലേ? അതെ, അയാൾ കടയടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണം. ചേട്ടൻ എങ്കിലെങ്കിലും ഇത് പറഞ്ഞ് ശരിയാക്കി തന്നില്ലെങ്കിലേ നാളെ മുതൽ എനിക്ക് പണിയുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നടന്നോ. എന്ത് വേണം? പഞ്ചാര പഞ്ചാര. ഈ മാസത്തെ പഞ്ചാര വന്നിട്ടില്ല. എപ്പോ വരും? നാളെ 7:46. ഇതൊക്കെ എന്നോട് വെച്ച് ഞാനെന്ത് പറയും? വരുമ്പോ വരും. ഓ, കഴിഞ്ഞ മാസം ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അവിടെ എന്ത് വേണം? മണ്ണെണ്ണ. മണ്ണെണ്ണ. ഇതിൽ പകുതി മേടിച്ചു കഴിഞ്ഞാണല്ലോ, ഇനി അടുത്ത മാസം കിട്ടുള്ളൂ. കാർഡിലുള്ളത് മുഴുവൻ തരാതെ ഞങ്ങൾ അങ്ങനെ വിളക്ക് എത്തിക്കുന്നത്. പപ്പപ്പിള്ളയുടെ കടന്ന് എണ്ണ വാങ്ങിച്ചാലും വിളക്ക് എത്തും. അവിടെ കാണുമെന്നറിയാം, ഇവിടുന്ന് നേരെ അങ്ങോട്ടാണല്ലോ കമത്തുന്നത്. എന്താ പീതാംബര, പിരിവോ മറ്റാണോ? ഹേയ്, അവറാച്ചൻ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം, ഒന്നിങ്ങോട്ട് വന്നേ. ഈ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പിരിവാരെ കൊണ്ട് തോറ്റു എന്റെ പീതാംബര. റേഷൻ കട കൊണ്ട് അടച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണത്, ഒരു ചില്ലികാശിയാ കൊടുക്കില്ല. അത് വേറെ കാര്യം. അവറാച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബ്ധനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നമില്ല. അത് പീതാംബര എന്നെ ഒന്ന് ഇരുത്തിയാണല്ലോ. അല്ല, കരുണന്റെ മക്കളുടെ കല്യാണത്തിന് കാശ് കൊടുക്കായിരുന്നു മനഃപൂർവ്വ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ, അതൊരു ശീലാവും. അവറാച്ചൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിൽ ഒരു കാരണവും കാണും. അത് പോട്ടെ, വന്ന കാര്യം പറയാലോ. ഇത് ദാമു, നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന്. അതുകൊണ്ട് എല്ലാരും മൂപ്പരെ മടന്തേന്നാ വിളിക്കുന്നത്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര, കടയിലെ ആളില്ല. ഇതൊരു ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വല്പം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല. ദാമു ഇലവെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ചുരുക്കി പറഞ്ഞാൽ ഒരു മാതിരി ഇടത്തൊക്കെയുള്ള ഇലയൊക്കെ ഇവൻ വെട്ടി. ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല. അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടുമാടിക്ക് നിറച്ചു മടന്തയുടെ ഇല നിൽക്കുന്നത് ഇവൻ കാണാനിടയായി. ചേട്ടൻ എതിരൊന്നും പറയരുത്, അത് വെട്ടാൻ സമ്മതിക്കണം. ഒരിലയ്ക്ക് എന്ത് വെച്ച് തരും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? പീതാംബരനായോണ്ട് അധികമൊന്നും വേണ്ട. ഒരിലയ്ക്ക് 5 പൈസ വെച്ച് തന്നാ മതി. 500 ഇലയെങ്കിലും വെട്ടി കൊടുക്കുമ്പോഴാ എനിക്ക് ഒരു നേരത്തെ ചോറും കാപ്പിയും കിട്ടുന്നത്. 1000 വെട്ടിക്കോട്ടെ. ഒരു ചാൺ വയറിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് ഇല വെറുതെ ഉണ്ടാവും. ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല? ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം. ഞാനൊരു ശല്യക്കാരനല്ലെന്ന് അറിയാലോ, ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ശരി, നല്ല ലാഭം കിട്ടുന്നതാണല്ലോ, അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാ മതി. തരാം 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 തരാം. ഞാനിത് പീതാംബരനായോണ്ടാ സമ്മതിക്കണത്. അതിന്റെ നന്ദി വേണം എപ്പോഴും. അതെപ്പോഴും ഉണ്ടാവും. വന്ന് വന്ന് കാട്ടുചേമ്പിന്റെ ഇലയ്ക്കും ശുപാർശ. നീ ഉച്ചക്കുണ്ടോ? ഇല്ല, കാപ്പി കുടിച്ചു. പിള്ളേര് പറയായിരുന്നേ, ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ച് ഒരു പാത്രത്തിലാക്കി നിന്റെ ഈ തന്നയച്ചാൽ എന്താന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. 2 എണ്ണം കൂർക്കമ്മയിൽ ചുറങ്ങാണ്. 10 മണിയായിട്ടില്ല. അതുങ്ങൾ നേരം വിളിച്ചായ പറമ്പിലും തൊഴുത്തിലും കിടന്ന് മടക്കുന്നതാ. പറമ്പിലെ പണിക്കുന്ന കുമാരൻ ചേട്ടൻ വന്നില്ലേ? എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ. വല്ലതും വന്ന് ചെയ്തു തരുന്നതന്നെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ. നിനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാ ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ. എടാ, ആ പാമ്പ് കടിച്ച് മരിച്ച കരുണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറയുന്ന കേട്ടു. ഉള്ളതാ. തന്തയില്ലാത്ത പെണ്ണല്ലേ, ഒരാലോചന ഒത്തു വന്നു. ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ. ചെറുക്കന് അങ്ങാടി ചുമടാ. പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? ഇതാ ആരുടെയും കല്യാണക്കാരി ഇവിടെ വന്ന് പറഞ്ഞുകൂടാത്തത്. കല്യാണം എന്ന് കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്നെ കെട്ടിക്കണം. നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല, നിന്നേക്കാ 2-3 വയസ്സിന് വ്യത്യാസമുള്ളേ നിന്റെ പെങ്ങന്മാർക്ക് രണ്ടിനും. അതിന് അല്ല, അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ? തുടച്ചത് മതി. താമസ പീതാംബരനെ വെക്കൊണ്ടാണെങ്കിൽ പോകും. പീതാംബരം പറഞ്ഞാൽ നിനക്ക് കോൺട്രാക്ട് കിട്ടും. ദാമോദരൻ മാഷം പീതാംബരമായിട്ട് ഒന്ന് വന്നു. പീതാംബരനല്ലേ ദാമോദരൻ മാഷക്ക് IRDP പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങി കൊടുത്തത്. ആ പശു ലോൺ കൊണ്ടാണ് മാഷ സ്കൂട്ടർ വാങ്ങിച്ച് എത്തി നടക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വരും? സ്ക്വയർ ഫീറ്റ് മാങ്ങാത്തൊലി. ഒരു കൊട്ടത്താമര ഒന്നും തല്ലി കൂടി കൊടുക്കണം. 3 മുറി, അടുക്കള, കുളിമുറി, കക്കൂസ്. ഏതായാലും കഴിഞ്ഞ പണി പോലെ നഷ്ടം വരുത്തില്ല. അച്ഛനെ ഇങ്ങോട്ടാ രാവിലെ തൂമ്പായം തൂക്കി. വലിയടത്ത് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അവിടെ പണിക്ക് വേറെ ആരെയും കിട്ടത്തില്ലേ? അച്ഛൻ തന്നെ വേണമെന്നെന്താ എത്ര നിർബന്ധം? വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ലടാ. അതിന് രൂപ കൊടുക്കണല്ലോ. തൂമ്പായ എടുത്ത് പണി ചെയ്ത് ശീലിച്ചവർക്ക് വെറുതെ വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് കൊടുത്തു ക്ഷയിച്ച തറവാടല്ലേ. അവരുടെ ഇല്ലായ്മയിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
പക്ഷേ ദേവൻ പറയുന്നതും കാര്യമുണ്ട് കുമാരൻ ചേട്ടാ. എന്താ? അല്ല, ദേവന് പഞ്ചായത്ത് നല്ലൊരു ജോലി ഉള്ളപ്പോ അച്ഛനിങ്ങനെ തൂമ്പാപ്പണിക്കുന്നു ചൂണ്ടപ്പണിക്കുന്നു ഒക്കെ പറഞ്ഞ് നടന്നാല് അതിന് നാണക്കേട് ദേവനല്ലേ? ആഹാ, അച്ഛനും മോനും സംസാരിക്കുന്നിടത്ത് അച്ഛനും നാടെ മോനെന്താ കാര്യം? അവരുടെ മക്കൾ അനുഭവിക്കേണ്ട പറമ്പില്ല ഇവന് ഈ വീട് വെച്ചിരിക്കുന്നത്. മൂട് മറക്കാൻ കുമാരൻ പഠിച്ചിട്ടില്ല. ആരുടെ അവതാരം കിട്ടിയൊന്നല്ലോ, വീടവകാശം കിട്ടിയല്ലേ? എടാ, വല്ലവന്റെയും പറമ്പിൽ കയറി കൂര കുത്തിയിട്ട് അവകാശം പറയുന്നത് അല്ല ആണത്വം. ഈ മണ്ണ് സ്വന്തമാണെന്ന് അഭിമാനിക്കാൻ കുമാരന് മനസ്സ് വരത്തില്ല. നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇന്നലെ അല്ലേ അമ്മയുടെ 10 രൂപ മേടിച്ചോണ്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത് നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കയ്യില് ഓ ഇറങ്ങിയോ? അപ്പുറത്ത് മുഖം കാണിക്കാൻ രണ്ടുപേരും വന്ന് ഇരിപ്പുണ്ട്. ഏതാണ്ട് ആന കാര്യത്തിന് ചായ കൊടുത്ത് സൽക്കരിച്ചു. എടാ, അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നീ അവിടം വരെ ഒന്ന് പോയോ? ഇന്ന് പോവാം. അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും? എന്താ? അല്ല, കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടത്തെ ചെലവിന്. ആ, വീട്ടുകാരെ അന്വേഷിക്കുന്ന ഒരാള്. ആ, നിങ്ങളായിരുന്നോ? വരൂ. അവന്മാര് വേലി കെട്ടിയിട്ടില്ലല്ലോ? ഇന്ന് മിക്കവാറും കെട്ടും. അതിനുമ്പ് പീതാംബരം വന്ന് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ. വരൂ. എന്റെ റേഷൻ കാർഡ്. ഓ, പറഞ്ഞതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ട ഇന്നാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. അവരിന്ന് വേലി കിട്ടൂന്നേ. വേലി കെട്ടിയാൽ നമുക്ക് പൊളിക്കാന്നേ. ബെർലിൻ മതിൽ പൊളിച്ചില്ല, അതിനേക്കാളും വലുതാണ് ഒരു വേലി. അപ്പൊ നമുക്ക് സപ്ലൈ ഓഫീസിലേക്ക് നീങ്ങാം. വരും. അയ്യോ, ചതിച്ചോ സുഗുണൻ. അവൻ ആള് ചൂടനാ. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യ്, ശാന്തപ്പന്റെ മുറുക്കാങ്കട എടുത്ത് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എപ്പോ? കറക്റ്റ് സമയത്ത് ഞാൻ വരാം. ശരി. ആ, അത് പിന്നെ നമ്മുടെ തെങ്ങ് പാട്ടം കൊടുത്തതിന്റെ കാശ് കിട്ടിയോ? ആ, കിട്ടിയെങ്കില്. അല്ല, ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ. ആ, കുമാരൻ ചേട്ടൻ ചൂണ്ടക്ക് പോയില്ലേ? ഈ തെങ്ങിനെല്ലാം തടവെടുത്ത് കുറച്ച് വളമിടണം. ഇതിന്റെ മണ്ടയ്ക്കൊന്നും വല്ലതും കിട്ടിയാലല്ലേ ഇവിടെ അരി മേടിക്കാൻ പറ്റൂ. അതെങ്ങനാ? ഇത് നോക്കിയും കെട്ടും ചെയ്യേണ്ട ആളുകൾ. എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പോകുന്നു. ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് ദേവൻ ഓഫീസിൽ പോകാൻ. നീ എന്താ ഇവിടെ കിടന്ന് കൂവിയത്? വീട്ടിലോട്ട് വന്നാ പോലെ. എന്നിട്ട് പറഞ്ഞ നിന്റെ അമ്മയുടെ തെറിയാക്കാൻ കേറോ. സിസിലി, ആ ഗ്ലാസ് ഇഞ്ഞിതാ. പള്ളിയിൽ നിന്ന് വരുമ്പോ സുഗുണൻ ചേട്ടനെ കണ്ടു. ഇപ്രാവശ്യത്തെ ചിട്ടി സുഗുണൻ ചേട്ടന് കൊടുക്കണമെന്ന് മമ്മായോട് പറയാൻ പറഞ്ഞു. അതെങ്ങനെയാ? കുറിച്ചിട്ടല്ലേ? ഞാൻ വിചാരിച്ചാലും കൊടുക്കാൻ പറ്റുമോ? സുഗുണന്റെ പേര് നറുക്കിടണോന്ന് തന്നെ ആലോചിക്കണം. 2 മാസത്തെ തവണ കുടിശ്ശികയാ. പീതാമ്പരി ചേട്ടൻ ഒരു പണി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കുടിച്ചു തീർക്കുമായിരിക്കും. ആ, നോക്കട്ടെ. എടാ, ഇനി ചായ ചൂടാക്കാൻ അമ്മയ്ക്ക് വയ്യ. എണിക്കാൻ. പോസ്റ്റ് വന്നിട്ട് പോയോ അമ്മ? ആ, പോയി. കുവൈറ്റിൽ നിന്ന് എഴുത്തൊന്നും ഇല്ലേ? അവരവിടുന്ന് അയച്ചെങ്കിലല്ലേ നിനക്ക് കിട്ടുള്ളൂ. പോസ്റ്റലിലായിരിക്കും. എന്തിനും പറയാനൊരു സമാധാനം ഉണ്ട്. ഇന്നലെയും വെളിവില്ലാതെയാ വന്ന് കേറിയത്. എങ്ങനെ കുടിക്കാതിരിക്കും? ഞാൻ ഓടിപ്പോരുമ്പോഴുള്ള കുവൈറ്റിന്റെ അവസ്ഥ കണ്ടിരുന്നെങ്കിൽ മമ്മ തന്നെ എനിക്ക് ഒഴിച്ചു തന്നേനെ. യുദ്ധക്കൊതിയന്മാരുടെ മനസ്സ് മാറ്റാനാ ഒരു രുചിയില്ലാഞ്ഞിട്ടും ഞാൻ ഇതൊക്കെ വലിച്ചു കുടിക്കുന്നത്. കലാപരിപാടികൾ എത്ര മണിക്ക് തുടങ്ങുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് 1 മണിക്കൂർ വേണം. അതുപോലെ തന്നെ ഉപസംഹാരം എനിക്ക് 1.5 മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത്. എങ്കില് എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കും. അതും വിശേഷിച്ച് നാട്ടുമ്പുറം ആയതുകൊണ്ട് ഒന്ന് പരത്തി പറഞ്ഞാല് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോഴേക്കും നേരം വിളിക്കും സാറേ. ഒരു കഥാപ്രസംഗം, ഏകാംഗ നാടകം, നൃത്തനൃത്യങ്ങൾ, അങ്ങനെ പലതും ഉള്ളതാ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പ്രസംഗം കേൾക്കാനാണ് ആളുകൾ വരുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സാറിനെ അധ്യക്ഷനാക്കിയ കുഴപ്പമാവുന്നു. എന്ത് കുഴപ്പമാണോ? പ്രായമായ പെൺപിള്ളേര് സ്റ്റേജിൽ കയറി ഇന്ന് ചന്തിയിട്ട് കുലുക്കുന്നതാണോ പ്രസംഗം? ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രസംഗമാണ് എന്റേത്. മീറ്റിംഗ് 6 മണിക്കെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു 7 മണിക്ക് ഒരു വണ്ടി കൊണ്ട് വന്നോളൂ. വൈകി വന്നാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ, കയ്യടി കിട്ടുള്ളൂ. പൊക്കോളൂ. സർ, ദയവ് ചെയ്ത് സമ്മേളനം കലക്കരുത്. വിറപ്പിക്കും ഞാൻ. സ്റ്റേജിൽ കയറിയ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. ആ, പൊക്കോളൂ. ഞാൻ ആ വീടിന്റെ പ്ലാനും പേപ്പേഴ്സ് എടുത്തോണ്ടിരാം. സ്വീകരിക്കേ. ഞാനില്ല, നിന്റെ അച്ഛൻ എന്നെ വധിക്കും. ആ, പീതാംബരനോ? കേറി വാടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാവേ. ആ, വരൂന്നേ. വായനശാലയുടെ കമ്മിറ്റിയെ കൂടി അറിഞ്ഞു. വാർഷിക എന്നൊക്കെയാ. അധ്യക്ഷൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇത്തവണ വാർഷികമില്ല. അയ്യോ, അതെന്ത് പറ്റി? പിരിവിന് ചെന്നാൽ ജനങ്ങൾ അടിക്കും. വലിയ പരിപാടിയൊന്നും വേണ്ട. എന്റെ ഒരു ഊക്കൻ അധ്യക്ഷ പ്രസംഗം, ഒരാമുഖം,
ഒരു ഉപസംഹാരം. ജനങ്ങൾ പറയുന്നത് അവരെ സംഹരിച്ചത് മതിയെന്നാ. വന്നേ വന്നേ. പിന്നെ നിനക്ക് ഈ കെട്ടിടം പണി കിട്ടിയ കള്ളത്തരം കാണിച്ചിട്ടെങ്കിലും കുറച്ച് ഇഷ്ടിയും സിമെന്റും മിച്ചം വെച്ച് ഈ മുറ്റത്തൊരു സ്റ്റേജ് കെട്ടണം. എന്തിന്? നിന്റെ അച്ഛന് പ്രസംഗിക്കാൻ. ശ്രമിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 2/5/1972. എന്ന് വെച്ചാ നിനക്കിപ്പോ 19 വയസ്സായിട്ടുള്ളൂ. ദേ അപേക്ഷാ പുറത്ത് നുണ എഴുതി വിട്ട അവസാനം ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ അവർ പിടികൂടും. നോണയോ? എനിക്ക് 19 ആയിട്ടുള്ളൂ. അതേടാ, സന്ധ്യയൊക്കെ 2 മാസത്തിന്റെ മൂപ്പല്ലേ ഉള്ളു സിസിലിക്ക്. ഓഹോ, കണ്ടാലൊരു 10-25 വയസ്സ് തോന്നും കേട്ടോ. എഴുതി തരുന്നേത്താ. സ്വന്തമായിട്ട് ഒരു അപേക്ഷ പോലും എഴുതാൻ അറിയാൻ വയ്യാത്ത നീയൊക്കെ എന്ത് ജോലിക്കാടി ശ്രമിക്കുന്നത്? അപേക്ഷ എഴുതാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. പീതാംബരൻ ചേട്ടന് ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയാ. ഓ സന്തോഷം. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത്? 2562. 72. 72. മറ്റുള്ളവർക്ക് അപേക്ഷ എഴുതുന്ന കൂട്ടത്തിൽ നിനക്കും കൂടെ ഒന്ന് എഴുതി അയക്കരുതോ? ടൗണിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്നു എന്റെ ഫ്രണ്ട്സ്. എനിക്കവിടെ ഉറപ്പായിട്ട് ഒരു ജോലി തരാമെന്ന് അവരെ ഏറ്റിരിക്കണമേ. ഉള്ളതാണോ? സത്യം. ഓ, ഈ തെങ്ങേപ്പാട്ട് തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ എന്റെ ഈശ്വര. തെങ്ങേപ്പാടല്ല, ശങ്കരന്റെ വീട്ടിലെ ടേപ്പ് റെക്കോർഡറാ. ശങ്കരന്റെ മോൻ വാസു ദുബായിൽ നിന്ന് വന്നു നാട്ടുകാരെ അറിയിക്കാനുള്ള പരിപാടിയാ. വാസു ഇവിടെ വന്നിരുന്നു. അവന് വീട് വെക്കാൻ നമ്മുടെ പടിഞ്ഞാറെ പുരയിടം വിലക്ക് ചോദിച്ചു. കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. പഴയ കുടികിടപ്പുകാർക്കൊക്കെ വീട് വെക്കാൻ നമ്മുടെ പുരയിടം തന്നെ വേണമല്ലോ. അതങ്ങനെ നമ്മുടെ സ്ഥിതി മോശമാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. അത് മതി, എന്നെ ഇവിടെ ഇറക്കിയ. ഒരു സോഡ ഇങ്ങെടുത്തോ. ഇതെന്തുവാടോ ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല. ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിൽ ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ആ, ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ? മദ്യം പിന്നെ തലയ്ക്കല്ല നടുവിനാണോ പിടിക്കുന്നത്? ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേ. വേണ്ട. വേണ്ടേ? കിട്ടുമ്പോ മതി. ഈ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിക്കാനല്ലേ? തനിക്കും ബുദ്ധി വന്നു തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലയൊക്കെ. ദേ അച്ഛനാര് വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്യുതനാര് വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയിലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ. പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണി ആശാനെ കാണാനില്ലല്ലോ. ആശാൻ ചെറുപ്പം നിർത്തി പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. ഓഹോ. അതിന് പീതാമ്പന്റെ അന്വേഷിച്ച് പോയിരിക്കുക. പീതാംബരനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ അവൻ ദല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാംബരന് ഇല്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാംബരന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം വെക്കാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി. എന്റെ പേര് ചൊക്കിന്നല്ല, ജൊക്കിന്ന. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മഹാന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു വിഭവം? ജോ എന്നുള്ളത് ചോ ആക്കി. അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം. ആ. അച്യുതൻ നായർ എന്ന പേരിലെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ, ആ. നിനക്കൊരെല്ലു കൂടുതലാ. അതെയാ?